ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കൃത്യമായ കേരള കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 7,40,00,000 സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം പുതിയൊരു തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടപ്പോൾ വീണ്ടും നല്ല രീതിയിൽ കളക്ഷൻ ഇടിവ് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം വിനീത് ശ്രീനിവാസൻ സിനിമയ്ക്ക് കേരളത്തിൽ 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 10 ലക്ഷത്തോളം കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 7,50,00,000 ഇന്നത്തോടെ എത്തപ്പെടും. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിലവിൽ ആവറേജ് വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷനും ഫൈനൽ വെർഡിക്റ്റ് അറിയാനായിട്ട് കാത്തിരിക്കൂ. പൊന്മാൻ എന്ന സിനിമയും നിലവിൽ തിയേറ്ററുകളിലെ ആവറേജ് വിജയമാണല്ലോ. ബേസിൽ ജോസഫ് നായകനെ എത്തിയ സിനിമയ്ക്കും ഇന്ന് കാര്യമായ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള സിനിമയുടെ കൃത്യമായ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 10,02,00,000 രൂപയാണ് സിനിമയുടെ കേരള ഗ്രോസ്. ഇന്നലെ ഇതേ സമയം 13 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ജാതകം പോലെ ഇന്ന് കേരളത്തിൽ 10 ലക്ഷം കളക്ഷൻ പ്രതീക്ഷിക്കുന്ന പൊന്മാന്റെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 10,12,00,000 എത്തപ്പെടുന്നതാണ്. ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മമ്മൂട്ടി ചിത്രമാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ്, അതിലുപരി നമ്മുടെ ചാനലിലൂടെയുള്ള സിനിമയുടെ അവസാനത്തെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 73,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇന്ന് 5,000 രൂപയ്ക്ക് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ആദ്യ ദിവസം തന്നെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും ആദ്യ ദിവസം മുതൽ തന്നെ നിർവികാരത നിറഞ്ഞ കളക്ഷനുമായിട്ട് തിയേറ്ററുകളിൽ മുന്നേറുന്ന ഡൊമിനിക് എന്ന സിനിമ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായിട്ട് ആയിരങ്ങളിലും ലക്ഷങ്ങളിലുമാണല്ലോ കളക്ഷൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡൊമിനിക് തിയേറ്ററുകളിൽ ഒരു പരാജയമാണ്. ഇതിനിടയിൽ മമ്മൂട്ടി ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ച് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ അവസാനിപ്പിക്കുന്നു. ഇനി കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ വരുമ്പോൾ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. 20 കോടി ടച്ച് ചെയ്തോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ദാവീദ് എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്കും ആദ്യ തിങ്കളാഴ്ച കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ആന്റണി വർഗീസ് സിനിമയ്ക്ക് ഇന്നലെ ഞായറാഴ്ച ഇതേ സമയം 60 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 20 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 50 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 3,50,00,000 3,75,00,000 റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. നല്ല പ്രതീക്ഷയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ കഴിഞ്ഞ ആഴ്ചയിലെ മലയാളം സിനിമയാണല്ലോ പൈങ്കിളി. സിനിമയ്ക്കും ഇന്ന് കാര്യമായ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 41 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 14 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 35 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 2,50,00,000 കടക്കുന്നതാണ്. വീഡിയോയിൽ അവസാനത്തെ റിപ്പോർട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചുകൊണ്ട് ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചാവ കളക്ഷനാണ്. ആദ്യ ദിവസം തന്നെ 50 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് കടന്നതെങ്കിൽ ഇപ്പോഴത്തെ 3 ദിവസങ്ങൾ കൊണ്ട് ഇന്നലെ വരെയുള്ള ഞായറാഴ്ച വരെയുള്ള കളക്ഷൻ കൊണ്ട് 164 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് സിനിമ മുന്നേറുന്നു. കാത്തിരിക്കൂ കൂടുതൽ ചാവ കളക്ഷനായിട്ട്.